ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ ഈ വർഷം KTU BTechന് ജോയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. സോ നിങ്ങൾ എല്ലാവരും കോളേജിലൊക്കെ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും അലോട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. കുറച്ച് പേരെങ്കിലും ഒക്കെ അതിൻ്റെയൊക്കെ പുറകിലായിരിക്കും. എനിവേ, നമ്മൾ തയ്യാറെടുക്കാൻ ഉള്ള ആ ഒരു സ്റ്റേജിലെത്തി, അല്ലെ, കോളേജിലേക്ക് പോകാനുള്ള ഒരു സ്റ്റേജിലെത്തി. അപ്പൊ നമ്മൾ കോളേജിൽ പോകുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് ഒന്ന് രണ്ട് വീഡിയോസിലായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ടത് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ബ്രാഞ്ച് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത് എന്നുള്ളതാണ്. ഗ്രൂപ്പ് ABCD. അതിന് നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിന്റെ സിലബസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ സിലബസ് നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആവും KTUയുടെ. ഇനി ഇല്ലെങ്കിൽ നമ്മൾ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഒന്ന് വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഗ്രൂപ്പിന്റെ ആ ഒരു സിലബസ് അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നതുമായിരിക്കും. സോ നിങ്ങളുടെ ഗ്രൂപ്പ് മനസ്സിലാക്കുക, ആ ഗ്രൂപ്പിന്റെ സിലബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു അറിവുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കോളേജിൽ പോകുമ്പോൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ്, എന്തൊക്കെ പർച്ചേസ് ചെയ്യണം എന്നുള്ളതും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഇവാലുവേഷനെ കുറിച്ചാണ്, അതായത് പരീക്ഷകളെ കുറിച്ചാണ്. അപ്പൊ ഇത് നിങ്ങൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഫാക്കൽറ്റീസ് ഇതൊക്കെ പറഞ്ഞു തരും. പക്ഷേ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇവാലുവേഷനെ കുറിച്ച്, പിന്നെ കുറച്ച് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും പരീക്ഷകൾ എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പൊ നിങ്ങൾ കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ +2 വരെ പഠിച്ചതുപോലെ അല്ല, കുറച്ചും കൂടെ ഡിഫറെന്റ് ആണ്. കോളേജ് ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യണം. ഒപ്പം തന്നെ നമ്മൾ ഒരു പ്രൊഫഷണൽ കോഴ്സിനാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു സീരിയസ്നെസ്സും കൂടെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഇവാലുവേഷനെ കുറിച്ചും പരീക്ഷകളെ കുറിച്ചും നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. നിങ്ങൾക്കറിയാം, നമ്മള് BTechന് പോയി കഴിഞ്ഞാൽ ഒരു വില്ലൻ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതാണ് ഈ സപ്ലി എന്ന് പറയുന്നത്. ഒരിക്കലും ആ സപ്ലിക്ക് നമ്മൾ പിടികൊടുക്കാതെ നമ്മളെ എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്ത് പോകണം. സോ അതുകൊണ്ട് തന്നെ പരീക്ഷകളെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് അറിയാൻ വേണം. അപ്പൊ ഇവിടെ നമുക്ക് പല തരത്തിലാണ് ഉള്ളത്. ഇന്റേണൽ ആയിട്ടുള്ള എക്സാം ഉണ്ടാവും, എക്സ്റ്റേണൽ എക്സാം ഉണ്ടാവും. അത് തന്നെ നമുക്ക് ലാബ് ഇല്ലാത്ത പേപ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ മാത്സ്, മെക്കാനിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, അതിന് വർക്ക്ഷോപ്പ് സെപ്പറേറ്റ് ആണ്. അങ്ങനെയുള്ള പേപ്പേഴ്സിന് ഒരു ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ. പിന്നെ നമുക്ക് വരുന്ന ലാബോട് കൂടി, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, അതിലൊക്കെ ലാബും കൂടെ വരും. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. അത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് അതിന്റെ ഒരു എക്സാം വരുന്നത്. പിന്നെ നമുക്ക് പൈത്തൺ എല്ലാവർക്കും പഠിക്കാനുള്ളതാണ്. അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ, അതിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആണ്. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ വർക്ക്ഷോപ്പ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വർക്ക്ഷോപ്പ്. പിന്നെ നമുക്ക് ഈ ഇന്റേണൽ എക്സാം മാത്രം വരുന്ന ഒന്ന് രണ്ട് പേപ്പേഴ്സും കൂടെ ഉണ്ട്. ഓക്കെ, ലൈഫ് സ്കിൽസ്, അങ്ങനത്തെ കുറച്ച്. അപ്പൊ അത് നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് നമ്മുടെ എഞ്ചിനീയറിംഗ് മാത്സ്, അതേപോലെ തന്നെ മെക്കാനിക്സ്. എഞ്ചിനീയറിംഗ് മാത്സ് എല്ലാ ഗ്രൂപ്പുകാർക്കും ഉണ്ട്, പക്ഷേ സിലബസ് ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ബേസിക് സിവിൽ ആൻഡ് മെക്കാനിക്സ്, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള പേപ്പേഴ്സിന്റെ ഒക്കെ അസസ്മെന്റ് എന്ന് പറയാം. നമുക്കറിയാം CIE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ, അതായത് നമുക്ക് ഇന്റേണൽ എക്സാം നടക്കും. ഓക്കെ, അതിനുശേഷം പിന്നെ ESE എന്ന് പറയുന്നതാണ് എൻഡ് സെമിസ്റ്റർ എക്സാമിനേഷൻ, അതായത് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇന്റേണൽ എക്സാം നമുക്ക് കോളേജിൽ ആയിരിക്കും, നമ്മുടെ ഫാക്കൽറ്റീസ് തന്നെ ആയിരിക്കും ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ESE വരുമ്പോഴത്തേക്കും നമുക്ക് പുറത്തുനിന്ന് അതിന്റെ ഇവാലുവേഷൻ ഒക്കെ വരും. നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ CIEക്ക് 40 മാർക്കും ESEക്ക് 60 മാർക്കുമാണ്. അപ്പൊ നമ്മൾ ഇന്റേണൽ എക്സാം ആണെന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മള് +2നൊക്കെ ഉണ്ടായിരുന്ന പോലെ ഇപ്പൊ ക്ലാസ് ടെസ്റ്റ് ആണല്ലോ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. കാരണം ഈ മാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇന്റേണൽ അണ്ടർ ആയി കഴിഞ്ഞാലും നല്ല പണി കിട്ടും. അപ്പൊ ഇന്റേണൽ നടത്തുന്ന എക്സാമുകൾക്കൊക്കെ നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ് കൊടുക്കണം. അപ്പൊ അവിടെ നോക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനും അറ്റൻഡൻസിന് 5 മാർക്ക് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഉഴപ്പാതെ ക്ലാസ്സിലൊന്നും കയറാതെ ഒന്നും ഇരിക്കരുത്. അറ്റൻഡൻസിന് 5 മാർക്ക് ഉണ്ട്. പിന്നെ അതിൽ അസൈൻമെന്റും മൈക്രോ പ്രോജക്റ്റും അസൈൻമെന്റ്സ് നിങ്ങൾക്ക് എടുക്കും, അതിന് 15 മാർക്ക് ഉണ്ട്. പിന്നെ 2 ഇന്റേണൽ എക്സാം ആയിരിക്കും ഉണ്ടാവുക. 2 ഇന്റേണൽ എക്സാം ആയിരിക്കും, അതിന് 10 മാർക്ക് വെച്ചിട്ട്, അങ്ങനെ ടോട്ടൽ 40 മാർക്ക്. പിന്നെ നമ്മൾ വരുന്ന എക്സ്റ്റേണൽ എക്സാം, അതിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് A, പാർട്ട് B ഉണ്ടാവും. പാർട്ട് എയിൽ നമുക്ക് ഓരോ മോഡ്യൂളിലും 2 ക്വസ്റ്റ്യൻ വെച്ചിട്ട്. അപ്പൊ നമുക്ക് മൊത്തം എത്ര മോഡ്യൂൾ ആണുള്ളത്? 4 മോഡ്യൂൾ ആണുള്ളത്, അല്ലെ?
അങ്ങനെ ടോട്ടൽ 8 ക്വസ്റ്റ്യൻ ആണ്. അതിന് 3 മാർക്ക് വെച്ചിട്ട് 24 മാർക്കും. പാർട്ട് ബിയിൽ ഓരോ ക്വസ്റ്റ്യനും 9 മാർക്ക് വെച്ചിട്ടായിരിക്കും. അതിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഒരെണ്ണം നമ്മൾ ആൻസർ ചെയ്താൽ മതി ഓരോ മോഡ്യൂളിനും. അങ്ങനെ 4 × 9 36. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ അതിൽ നമുക്ക് ഓരോ സബ് ഡിവിഷൻസ് ഒക്കെ ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് 24 ഉം 36 ഉം 60 മാർക്കിന്റെ എക്സ്റ്റേണൽ എക്സാം. ക്ലിയർ ആയല്ലോ? അപ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക, അറ്റൻഡൻസിന്റെ കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങൾക്ക് തരുന്ന അസൈൻമെന്റുകളും ചെറിയ ചെറിയ പ്രോജക്ട് വർക്കുകളൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ ഇന്റേണൽ എക്സാമിന്റെ കാര്യം, ഇന്റേണൽ എക്സാമും നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്ന പോലെ തന്നെ ഈ 10 മാർക്കിനായിരിക്കില്ല കേട്ടോ ചിലപ്പോൾ പരീക്ഷ. നമ്മളുടെ എങ്ങനെ എക്സാം നടത്തുന്നോ അതിന് ഈ ഒരു മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയൊക്കെ ആയിരിക്കും. അതൊക്കെ നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാവും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടാമത്തെ ടൈപ്പ്, അതായത് നമുക്ക് ലാബ് കൂടെ വരുന്ന പേപ്പേഴ്സ് ഉണ്ട്. അതായത് ഫിസിക്സും കെമിസ്ട്രിക്കും ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ ലാബും ഉണ്ടാവും. അപ്പൊ ഇവിടെ എങ്ങനെയാ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ CIE-യുടെ 40 മാർക്ക്, 5 മാർക്ക് അറ്റൻഡൻസ്, പിന്നെ കണ്ടിന്യൂസ് അസസ്മെന്റ് 10 മാർക്ക്. ഈ കണ്ടിന്യൂസ് അസസ്മെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ അസൈൻമെന്റുകൾ കാര്യങ്ങളൊക്കെ. പിന്നെ ഇന്റേണൽ എക്സാമും 2 ഉണ്ടാവും 10 മാർക്ക് വെച്ചിട്ട്. പിന്നെ ഇന്റേണൽ എക്സാം, ലാബ് എക്സാം, അതിനൊരു 5 മാർക്കും കൂടെ ഉണ്ടാവും. ഓക്കെ, ഫിസിക്സിനും കെമിസ്ട്രിക്കും അങ്ങനെയാണ് 40 വരുന്നത്. എക്സ്റ്റേണൽ എക്സാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും 24 36 ആയിട്ട് സെയിം പാറ്റേണിൽ തന്നെയാണ് അതിന്റെ എക്സ്റ്റേണൽ എക്സാം വരുന്നത്. അതിൽ അങ്ങനെ 60 മാർക്ക്, അങ്ങനെ 40 60 ആയിട്ടാണ് നമുക്ക് 100 മാർക്കിന്റെ എക്സാം വരുന്നത്. ഓക്കെ ഓക്കെ അടുത്തത് നമ്മുടെ ഗ്രാഫിക്സിന്റെ കാര്യമാണ് കേട്ടോ. ഗ്രാഫിക്സ് ആൻഡ് CAD ഇത് വരയ്ക്കാനുള്ള ഒരു പേപ്പറാണ്. അപ്പൊ ഇതിന്റെ ഇന്റേണൽ എക്സാം നമുക്ക് 5 മാർക്ക് അറ്റൻഡൻസ്, പിന്നെ അസൈൻമെന്റും ലാബ് എക്സാം കൂടെ 15 മാർക്ക്, ഇന്റേണൽ എക്സാം 1, ഇന്റേണൽ എക്സാം അത് 10 മാർക്ക് വെച്ചിട്ട് അങ്ങനെ 40 മാർക്ക്. എക്സ്റ്റേണൽ എക്സാമിന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഓരോ മോഡ്യൂൾ, അതായത് ടോട്ടൽ 4 മോഡ്യൂൾസ് ആണ്. ഓരോ മോഡ്യൂളിനും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഫുൾ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയാൽ മതി. അതായത് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ അതിൽ സബ് ഡിവിഷൻസ് ഉണ്ടാവും. പക്ഷെ ഈ മോഡ്യൂൾ 1 നിന്നുള്ള 2 ചോദ്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണം, അങ്ങനെ മോഡ്യൂൾ 2 എന്നുള്ളത് ഏതെങ്കിലും ഒരെണ്ണം, അങ്ങനെ തന്നെ നമ്മൾ ചൂസ് ചെയ്യണം. അതായത് സ്റ്റുഡന്റ് ക്യാൻ ചൂസ് എനി വൺ ഫുൾ ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മോഡ്യൂൾ. അങ്ങനെ എല്ലാ മോഡ്യൂളും നമ്മൾ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ 4 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. ഓരോ ക്വസ്റ്റ്യനും 15 മാർക്ക് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ആ ഒരു എക്സാം നമുക്ക് നടക്കുന്നത്. അത് 60 മാർക്കിന്. ഓക്കെ ഓക്കെ അടുത്ത സബ്ജക്ട് എന്ന് പറയുന്നത് അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ. എല്ലാ ഗ്രൂപ്പുകാർക്കും പഠിക്കാനുണ്ട്. അതിൽ നമുക്ക് ഇന്റേണൽ എക്സാമിന് 5, ഇന്റേണൽ ഇവാലുവേഷന് 5 അറ്റൻഡൻസ്, പിന്നെ കണ്ടിന്യൂസ് അസസ്മെന്റ്, അതിലെ ആക്യുറേറ്റ് എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാമിംഗ് ടാസ്ക്, പ്രോഗ്രാമിംഗ് പേപ്പർ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒക്കെ ആയിരിക്കും അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ. 5 മാർക്ക്, 2 ഇന്റേണൽ എക്സാം 10 മാർക്ക് വെച്ചിട്ട്, പിന്നെ ഒരു ഇന്റേണൽ എക്സാം ലാബ് എക്സാം അതിനും 10 മാർക്ക് വരും. ഓക്കെ, അങ്ങനെയാണ് ടോട്ടൽ 40 വരിക. ദെൻ അതിന്റെ എക്സ്റ്റേണൽ എക്സാം നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും. ഓരോ മോഡ്യൂളിന് 2 ക്വസ്റ്റ്യൻ വെച്ചിട്ട് 8 × 3 24. പിന്നെ ഓരോ മോഡ്യൂളിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചൂസ് ചെയ്ത് എഴുതുന്ന രീതിയിൽ 9 മാർക്കിന്റെ 4 × 9 36 ആയിട്ട് തന്നെയാണ് അതും വരുന്നത്. അടുത്തത് വർക്ക്ഷോപ്പ് ആണ്. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിനൊക്കെ വർക്ക്ഷോപ്പ് ഉണ്ടാവും. അപ്പോൾ അത് ലാബ് പോലെ തന്നെയാണ്, പക്ഷെ ലാബ് കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് വർക്ക്ഷോപ്പിൽ എങ്ങനെയാ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേണൽ എക്സാമിൽ വരുന്നത് 50 മാർക്കും, അതേപോലെ തന്നെ എൻ സെമിസ്റ്റർ 50 മാർക്കാണ്. 50-50 ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടുത്തെ എൻ സെമിസ്റ്റർ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ ഇവാലുവേഷൻ തന്നെയായിരിക്കും. കോളേജിൽ നിന്ന് തന്നെയായിരിക്കും അതിന്റെ ഇവാലുവേഷൻ വരുന്നത്. അപ്പൊ അതിൽ ഇന്റേണൽ എക്സാമിൽ 5 മാർക്ക് അറ്റൻഡൻസ്, പിന്നെ അതിന്റെ നമ്മൾ പ്രീ ലാബ് വർക്ക് എക്സ്പെരിമെന്റ്സ്, നമ്മൾ ലാബും വർക്ക്ഷോപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് റഫ് റെക്കോർഡ് എഴുതാനുണ്ടാവും, ഫെയർ റെക്കോർഡ് എഴുതാനുണ്ടാവും. അതേപോലെ നമ്മൾ ലാബിൽ പോകുന്ന സമയത്ത് നമ്മളോട് വൈവ ചോദിക്കും. പിന്നെ നമ്മൾ ഈ ലാബ് റിപ്പോർട്ട്സ് ഒക്കെ നമ്മൾ കറക്റ്റ് ടൈമിനാണോ വെക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് 45 മാർക്സ് നമുക്ക് വരുന്നത്. അങ്ങനെ 50 മാർക്ക്. അപ്പൊ ഈ വർക്ക്ഷോപ്പിന്റെ കാര്യമൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ റെക്കോർഡ് എഴുതുന്ന സമയത്തൊക്കെ. ഇനി അതിൽ നമ്മൾ എക്സ്റ്റേണൽ എക്സാം വരുമ്പോൾ എങ്ങനെയായിരിക്കും വെച്ചാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ പ്രൊസീജിയർ ഒക്കെ എഴുതി, അതേപോലെ തന്നെ അതിന്റെ ഡിസൈനോ അൽഗോരിതോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഓരോ വർക്ക്ഷോപ്പിനും ലാബിനും അനുസരിച്ച് അതിനാണ് 10 മാർക്ക്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ആ ഒരു എക്സ്പെരിമെന്റ് ലാബിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ആണെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ ട്രബിൾ ഷൂട്ടിംഗ് കാര്യം, അതിനൊക്കെ 15 മാർക്ക്. പിന്നെ നമുക്ക് റിസൾട്ട്, അതായത് നമ്മളുടെ ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് 10 മാർക്ക്. 10 മാർക്ക് വൈവ, നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ 5 മാർക്ക് റെക്കോർഡിന്. അങ്ങനെയാണ് ടോട്ടൽ 50 മാർക്ക് വരുന്നത്. അപ്പൊ വർക്ക്ഷോപ്പിന്റെ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. റെക്കോർഡുകൾ എഴുതുമ്പോഴും
നമ്മൾ വർക്ക്ഷോപ്പിൽ അത് ചെയ്യുമ്പോഴും. കാരണം നമുക്ക് ഈ കാര്യം ഇന്റേണൽ എക്സാം ആണെന്നുണ്ടെങ്കിൽ പോലും, ഇന്റേണൽ ഇവാലുവേഷൻ ആണെങ്കിൽ പോലും നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റണം, അതിൽ നിന്ന് ചോദിക്കുന്ന വൈവ നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം, അപ്പോഴേ നമുക്ക് ആ ഒരു മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഇന്റേണൽ എക്സാം മാത്രമുള്ള ചില പേപ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ ലൈഫ് സ്കിൽസ്, അങ്ങനെ ഹ്യൂമൻ വാല്യൂസ്, അങ്ങനത്തെ കുറച്ച് പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. അതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മാർക്കാണ് അതിന്റെ അറ്റൻഡൻസിന്. പിന്നെ അതിൽ നമ്മൾ കേസ് സ്റ്റഡി, പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് 20 മാർക്ക്. പിന്നെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇവാലുവേഷൻസ് ഉണ്ടാവും, അത് 20 മാർക്ക്. അങ്ങനെ ടോട്ടൽ 50 മാർക്സിന്. അതിൽ ഇന്റേണൽ ഇവാലുവേഷൻ മാത്രം വരുന്ന പേപ്പേഴ്സ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവാലുവേഷൻ വരുന്നത് ഓരോ പേപ്പേഴ്സിലും. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഫ്രം ദ ഡേ വൺ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോളേജ് ലൈഫാണ്, അത് എൻജോയ് ചെയ്യണം. പക്ഷേ നമ്മൾ ഒരു പ്രൊഫഷണൽ കോഴ്സിനാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ ഡേ വൺ മുതൽ തന്നെ നമ്മളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ എല്ലാ രീതിയിലുള്ള അക്കാഡമിക് സപ്പോർട്ടും ലേണിനോയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയാം. യെസ്, നമ്മുടെ ലേണിനോ ആപ്പിൽ എല്ലാ ഗ്രൂപ്പുകാർക്കും വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഫസ്റ്റ് ഇയർ ട്യൂഷൻ കോഴ്സ് നമ്മൾ അവൈലബിൾ ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് നമ്മുടെ സബ്ജക്ട്സ്, നമ്മൾ വർക്ക്ഷോപ്പും ലാബും നമുക്ക് ചെയ്യാൻ പറ്റും, കാരണം അത് പ്രാക്ടിക്കൽസ് അല്ലേ. അപ്പൊ അതൊന്നും ഉണ്ടാവില്ല. നമ്മുടെ തിയറി പേപ്പേഴ്സിന്റെ ഒക്കെ അതിൽ ലെക്ചേഴ്സ്, നോട്ട്സ്, അതേപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, അതേപോലെ എക്സാമിന്റെ ഒക്കെ ടൈമിൽ എക്സാം ഓറിയന്റേഷൻ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെമ്മിന്റെയും സെക്കൻഡ് സെമ്മിന്റെയും സബ്ജക്ട്സ് നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടും. നല്ല ഓഫർ പ്രൈസിലാണ് നമ്മളിപ്പം അത് കൊടുക്കുന്നത്. 7,999 നിങ്ങൾക്ക് 1 ഇയറിലേക്കുള്ള എല്ലാ സബ്ജക്റ്റും വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, കംപ്ലീറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിൽ ഒരു കാര്യം കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പേഴ്സണൽ മെന്ററിംഗ് എന്ന് പറയുന്നത് ലേണിനോയുടെ ഭാഗത്തു നിന്നുള്ള നിങ്ങൾക്കുള്ള സപ്പോർട്ടാണ്. ഇപ്പൊ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മെന്റേഴ്സ് നിങ്ങളെ വിളിച്ച് എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ളത് പറയും. അതിനുശേഷം നിങ്ങൾക്ക് ഓരോ പീരീഡിലും, അതായത് നമുക്ക് ഇന്റേണൽ എക്സാംസ് ഒക്കെ വരുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പഠനം നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് പേഴ്സണൽ മെന്റേഴ്സും അവൈലബിൾ ആയിരിക്കും. സോ അതാണ് ലേണിനോ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ലേണിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ ലേണിനോ ഈസ് വിത്ത് യു, ലേണിനോ ഈസ് യുവർ ലേണിംഗ് പാർട്ട്ണർ. താങ്ക് യു.